Hello, welcome back to Yummy Malabar. ഇന്ന് നമ്മൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അതും തീ പോലും കത്തിക്കാതെ വെറും 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ പിസ്ത ഫ്ലേവറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷുഗർ സിറപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ചേർക്കണം എന്നില്ല, പക്ഷെ അത് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. അപ്പോൾ ക്രീം ഞാൻ ചേർത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം തന്നെയാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾ ചേർക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അതിന് പകരം മധുരം ഇടണം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടിയത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആകെ 2 ടേബിൾ സ്പൂണേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പിസ്ത ഫ്ലേവർ ചെയ്യുന്നത് കൊണ്ട് ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് പിസ്തൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. 53 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്രീം വിപ്പ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഒന്ന് അസംബിൾ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ക്രീം ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് സ്റ്റിഫ് പീക്സായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് അളവിൽ നമ്മൾ നേരത്തെ ചെയ്ത പിസ്ത എസൻസ് തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ആ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് കേക്ക് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ക്രീം പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കുമ്പോൾ ഞാൻ നോസിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നോസിലില്ലാതെയാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മിൽക്ക് കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന കാരണം നമുക്ക് അങ്ങനെ അത്ര മൊഞ്ചില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോഴാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുമ്പം ആ ഒരു വൈറ്റ് കളർ ഉണ്ടെങ്കിലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ ബ്രൗൺ കളർ കാണുമ്പം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് ബ്രെഡാണ് സംഭവം എന്ന്. അപ്പോൾ ആ ബ്രൗൺ സൈഡ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് ബ്രെഡാണോ എന്ന്. ശരിക്കും മിൽക്ക് കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെ. അപ്പോൾ ബ്രെഡ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ബ്രെഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് എവിടെയെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി ആക്കിയിട്ട് നമ്മുടെ ബ്രെഡ് നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ഇവിടെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഇതേപോലെ അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നോസിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ കേക്ക് അധികം ഡെക്കറേറ്റ് ചെയ്യാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ നോസിലൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഈ കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസിയല്ലേ ചെയ്തെടുക്കാനായിട്ട്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നോസിൽ വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. ഒരല്പം പിസ്താഷ്യൂസും അതുപോലെ തന്നെ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കേക്ക് ഇവിടെ ഡെക്കറേറ്റും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ചെയ്ത ഷുഗർ സിറപ്പ് ഇതിന് മുകളിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. കിഡിലൻ ടേസ്റ്റാണ്. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ചോദിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID യമ്മി മലബാർ എന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്